السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥം, അതിലെ അടുത്ത ബാബ് മാ ജാഅ അന്ന ബഅ്ള ഹാദിഹിൽ ഉമ്മത്തി യഅ്ബുദുൽ ഔഥാൻ. കഴിഞ്ഞ ബാബ് നമ്മൾ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിനെ എത്രത്തോളം സംരക്ഷിച്ചിട്ടുണ്ട്, ശിർക്കിലേക്ക് എത്താതെ എത്രത്തോളം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നത്, ഈ ഉമ്മത്തിൽ ചിലർ വിഗ്രഹങ്ങളെ ആരാധിക്കും എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഖുർആനിലും ഹദീസിലും അതിലേക്ക് അറിയിക്കുന്ന കാര്യങ്ങളാണ് ഈ ബാബിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇങ്ങനൊരു ബാബ് കൊടുക്കാനുള്ള കാരണം? ഈ ഉമ്മത്തിൽ ചിലർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള കാരണം എന്താണ്? കാരണം ചില ആളുകൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ധരിച്ചു വെച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആളുകൾ, അവർക്കിടയിൽ ശിർക്ക് സംഭവിക്കുകയില്ല, അവർക്കിടയിൽ ഒരിക്കലും ശിർക്ക് വരികയില്ല. അതുകൊണ്ട് തന്നെ അവർ ഷിർക്കിനെ മറ്റു പല പേരുകളിൽ, ഇസ്തിഗാസ എന്ന പേരിലോ ഷഫാഅത്ത് എന്ന പേരിലോ തവസ്സുൽ എന്ന പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരുകൾ ഇട്ട് ഷിർക്ക് ചെയ്യുമ്പോഴും അത് ഷിർക്കല്ല, ഞങ്ങൾ ചെയ്യുന്നത് ഷിർക്കല്ല എന്നവർ പറയാൻ അവർ പറയുന്ന ഒരു ന്യായമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഇനി ശിർക്ക് സംഭവിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു വാദത്തെ തകർക്കുന്ന, ശിർക്കിനെ കുറിച്ചുള്ള ഭയം എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ ബാബിൽ പറയുന്നത്. ഈ ഉമ്മത്തിലും ശിർക്ക് സംഭവിക്കും. ശിർക്കിന്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നിന്ദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ശിർക്ക്. അങ്ങനെയാണ്. പക്ഷെ അതിൽ തന്നെ ഒരു എന്താ പറയാ, വിഗ്രഹത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു നിന്ദ്യമായ അവസ്ഥയാണ്. അപ്പൊ അതുവരെ ഈ ഉമ്മത്തിൽ സംഭവിക്കുന്ന ഘട്ടമുണ്ടാകും എന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതിന് മുൻഗാമികളിൽ അത് സംഭവിച്ചതായിട്ടുള്ള സംഭവങ്ങളുമുണ്ട്. അതെല്ലാമാണ് ഈ ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലാദ്യം പറയുന്നത് ഒരായത്താണ്, ഖൗലുഹി തആല, സൂറത്ത് നിസായിലെ 51-ാമത്തെ ആയത്ത്. അലം തറ ഇലൽ ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അലം തറ ഇലൽ ലദീന ഊതു നസീബൻ മിനൽ കിതാബ്. നീ കണ്ടിട്ടില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിൽ നിന്ന് ഒരു ഭാഗം, ഒരു ഓഹരി നൽകിയിട്ടുള്ള ആളുകളെ നീ കണ്ടിട്ടില്ലേ? ആരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജൂതനസാറാക്കളെയാണ്. അല്ലാഹു തആല കിതാബ് നൽകിയിട്ടുള്ള കൂട്ടർ എന്ന് ഉദ്ദേശിച്ചത് യഹൂദന്മാരെയും നസാറാക്കളെയുമാണ്. അവരെ നീ കണ്ടിട്ടില്ലേ? ഏത് തരത്തിൽ? യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുന്ന അവസ്ഥയിൽ അവർ വിശ്വസിക്കുന്നവരായിട്ട് നീ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കാം. അപ്പൊ എന്താണ് ജിബ്ത് എന്ന് പറഞ്ഞ? ജിബ്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അറബിയിൽ പൊതുവെ സ്വനം, വിഗ്രഹങ്ങൾക്ക് ഉപയോഗിക്കും, അതുപോലെ ജ്യോത്സ്യന്മാർക്ക് ഉപയോഗിക്കും, സാഹിറന്മാർക്ക് ഉപയോഗിക്കും, സിഹറിന് ഉപയോഗിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ജിബ്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. താഗൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യമാണോ അതിനർഹമായതിനപ്പുറത്തേക്ക് എത്തുന്നത്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് ഇബാദത്ത് അർഹതപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇബാദത്ത് അല്ലാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് വകവെച്ചു കൊടുക്കുമ്പോൾ ആർക്കാണോ വകവെച്ചു കൊടുക്കുന്നത് അതിനെയാണ് താഗൂത്ത് എന്നുള്ള പദത്തിൽ പൊതുവായി ഉപയോഗിക്കാറുള്ളത്. അഥവാ പരിധി വിട്ട് അർഹമല്ലാത്ത രീതിയിൽ ഇബാദത്തിന് അർഹരായി കാണുന്ന ആരെയാണോ, ഇപ്പൊ എന്താവട്ടെ, ജീവനുള്ളതോ ജീവനില്ലാത്തോ മനുഷ്യനോ മൃഗമോ എന്തോ ആവട്ടെ, അതിനെയാണ് താഗൂത്ത് എന്ന് പറയാറുള്ളത്.
ഈ ആയത്തിൽ ഉദ്ദേശം ത്വാഗൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശൈത്താനെയാണ്, പിശാചിനെയാണ്. അപ്പോ ഇതുപോലെ വിഗ്രഹങ്ങളിലും ജ്യോത്സ്യന്മാരിലും സാഹിറന്മാരിലും അതുപോലെ പിശാചിലും വിശ്വസിക്കുന്ന ആളുകളെ നീ കണ്ടിട്ടില്ലേ? ആരുടെ കൂട്ടത്തിൽ? കിതാബ് നൽകപ്പെട്ട വേദഗ്രന്ഥം നൽകിയിട്ടുള്ള ലഭിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നീ കണ്ടിട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പൊ ഈ ആയത്ത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിതാബ് നൽകപ്പെട്ടിട്ടുള്ള നബിമാർ വന്നിട്ടുള്ള ഈ മുൻഗാമികളായിട്ടുള്ള അഥവാ ഈ മനുഷ്യരിൽ ജൂത നസാറാക്കളായിട്ടുള്ള ബനൂ ഇസ്രായേലുകൾ എന്ന് പറയുന്ന ധാരാളം നബിമാർ വന്നിട്ടുള്ള കിതാബുകൾ നൽകപ്പെട്ടിട്ടുള്ള അവരിൽ എന്തുണ്ടായിട്ടുണ്ട്? പിന്നീട് ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വിഗ്രഹത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന അതുപോലെ ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അവർ വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിശാചിൽ അവർ വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ കാര്യങ്ങൾ അവരിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അപ്പൊ ഈ ആയത്തിന്റെ പ്രസക്തി ഇവിടെ അങ്ങനെ കിതാബ് ലഭിച്ച നബിമാർ വന്നിട്ടുള്ള സമൂഹത്തിലും ഷിർക്ക് പിന്നിലും സംഭവിക്കാം എന്നതിനുള്ള തെളിവായിക്കൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ ആയത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഭയപ്പെടണം. നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദ് പൂർത്തീകരിച്ച ഹനീഫാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള, അള്ളാഹുവിന്റെ ഖലീലായി അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള റസൂലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, ചെറിയ ശിർക്കിന്ന് രക്ഷിക്കണം, ഷിർക്കുൻ ഖഫീലിന് രക്ഷിക്കണം, അതില്ലാതെ രക്ഷിക്കണം, അല്ലെങ്കിൽ റിയാ ഇല്ലാതെ രക്ഷിക്കണം എന്നല്ല പറഞ്ഞത്. വിഗ്രഹത്തെ ആരാധിക്കുന്നതിനെ തൊട്ട് എന്നെ അകറ്റണമേ, അതൊരു ഭാഗത്താണെങ്കിൽ അതിന്റെ നേരെ എതിർഭാഗത്താക്കി എന്നെ ആക്കണമേ, എന്നെയും എന്റെ സന്താനങ്ങളെയും എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷവും ഈ ഉമ്മത്തിൽ കിതാബ് നൽകപ്പെട്ടിട്ടുള്ള ഈ സമൂഹത്തിൽ ശിർക്ക് സംഭവിക്കാം എന്നതിനുള്ള ഒരു തെളിവാണ് ഈ ആയത്ത്. അടുത്ത ആയത്ത് കൊടുക്കുന്നത് വഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ മാഇദയിലെ 60-ാമത്തെ ആയത്തിൽ, ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബതൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഷർറ് നിറഞ്ഞ മോശപ്പെട്ട പ്രതിഫലം ലഭിക്കുന്ന ആളുകളെ പറ്റി പറയട്ടെയോ എന്ന് പറഞ്ഞിട്ട് പറയാണ്, മൻ ലഅനഹുല്ലാഹ്, ആ കൂട്ടരാരാണ്? അല്ലാഹു ശപിച്ചവരാണ്. വഗളിബ അലൈഹി, അള്ളാഹു അവരുടെ മേലെ കോപിച്ചതാണ്. വജഅല മിൻഹും അൽ ഖിറദത വൽ ഖനാസീറ, അവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുരങ്ങന്മാരാക്കി മാറ്റിയിട്ടുണ്ട്, പന്നികളായി മാറ്റിയിട്ടുണ്ട്. വഅബദ ത്വാഗൂത്ത്, അവർ ത്വാഗൂത്തുകളെ, അള്ളാഹുവിന് പുറമേയുള്ള ഇലാഹുകളെ അഥവാ പിശാചിനെയെല്ലാം ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അങ്ങനെയുള്ള ആളുകൾക്കാണ് മോശപ്പെട്ട പ്രതിഫലം. ഇതാരെ പറ്റിയിട്ടാണ് പറയുന്നത്? അള്ളാഹുവിന്റെ ശാപവും അള്ളാഹുവിന്റെ കോപവും അർഹരായിട്ടുള്ള ആളുകൾ ജൂതന്മാരെ പറ്റിയിട്ടാണ് പറയുന്നത്. അവർ കിതാബ് നൽകപ്പെട്ട ആളുകളായിരുന്നു, പക്ഷേ അവർക്ക് അള്ളാഹുവിന്റെ ശാപവും കോപവും എല്ലാം ഉണ്ടായി. എന്നിട്ട് പറയാണ് വജഅല മിൻഹുൽ ഖിറദത വൽ ഖനാസീറ, അവരുടെ കൂട്ടത്തിൽ നിന്ന് കുരങ്ങന്മാരെയും പന്നികളെയുമാക്കി അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയുണ്ടായി എന്ന് പറഞ്ഞു. ഇവിടെ കുരങ്ങന്മാരാക്കി മാറ്റിയിട്ടുള്ള അവസ്ഥ ചരിത്രം നമുക്കറിയുന്നതാണ്. ജൂതന്മാരോട് അഹ്ലു സബ്ത് എന്ന് പറയുന്ന അഥവാ അസ്ഹാബു സബ്ത്, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടും അവർ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു? അവരുടെ അടുക്കലേക്ക്, കരയുടെ അടുക്കലേക്ക് വന്ന മീനിനെ കെട്ടി തടഞ്ഞു നിർത്തി. അന്ന് അവർ പിടിച്ചില്ല, ശനിയാഴ്ച പിടിച്ചില്ല, പക്ഷെ തടഞ്ഞു നിർത്തി. എന്നിട്ട് പിറ്റേ ദിവസം അവർ പിടിച്ചു. അതായത് അള്ളാഹു തആല ശനിയാഴ്ച മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു, പക്ഷേ അള്ളാഹു തആല ശനിയാഴ്ച അവരുടെ അടുക്കലേക്ക് അവർ ഏറ്റവും കഷ്ടപ്പെട്ടു പോയി പിടിക്കുന്ന മത്സ്യങ്ങളൊക്കെ കരയുടെ ഏറ്റവും അടുത്ത് വന്ന നിലയിൽ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. അവർ അള്ളാഹിനെ അനുസരിക്കുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവരനുസരിച്ചു. ഏത് തരത്തിൽ? അവര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരൊരു മക്ർ ഉപയോഗിച്ചു, ഒരു തന്ത്രം ഉപയോഗിച്ചു. അവരെന്താ ഉപയോഗിച്ചു വെച്ച് കഴിഞ്ഞാല് ആ വന്ന മീനുകളെ അങ്ങോട്ട് തിരിച്ച് കടലിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അവരൊരു തട കെട്ടിവെച്ചു. എന്നിട്ട് ഞായറാഴ്ച ദിവസം അവരതിനെ പിടിച്ചു. അങ്ങനെ അവർ ഒരു തന്ത്രം ഉപയോഗിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുസൃതമായിട്ടുള്ള ഒരു പ്രതിഫലം നൽകി. അവരെ മനുഷ്യനോട് ഏറ്റവും സാദൃശ്യം തോന്നുന്നു. അപ്പോൾ അത് ശരിയാണെന്ന് സാദൃശ്യം തോന്നുന്ന രീതിയിലാണ് കാര്യം ചെയ്തത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമലായിട്ട് അവർ ചെയ്ത പ്രവർത്തനത്തിന് അനുസൃത പ്രതിഫലമായിട്ട് അള്ളാഹു തആല മനുഷ്യനോട് കുറെ സാദൃശ്യം തോന്നുന്ന ജീവിയായ കുരങ്ങനാക്കി അവരെ മാറ്റിക്കളഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൽ ഖുർആന്റെ തഫ്സീറുകളിലെല്ലാം കാണാം.
അപ്പൊ അവരിൽ കുരങ്ങന്മാരെ ആക്കിയിട്ടുണ്ട്. പന്നികളാക്കി മാറ്റിയത് ആരെയാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു പന്നികളാക്കി മാറ്റിയിട്ടുള്ളത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂട്ടരിൽ നസാറാക്കളിൽ മാഇദ ഇറക്കിയ സംഭവം നമുക്കറിയാം. സൂറത്തുൽ മാഇദയിൽ അവസാനത്തിലെല്ലാം പറയുന്ന ആകാശത്ത് നിന്ന് ഒരു ഭക്ഷണ തളിക ഇറക്കാൻ പറയുകയും ഈസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും അങ്ങനെ ഭക്ഷണ തളിക ഇറങ്ങുകയും അതിൽ പിന്നീട് കുഫർ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞ അതിൽ കുഫർ കാണിച്ച ആളുകളാണ് പന്നികളാക്കി മാറ്റിയത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അതങ്ങനെയല്ല, ജൂതന്മാരെ തന്നെയാണ്. ആ അസ്ഹാബു സബത്തിൽ ചെറുപ്പക്കാരെ യുവാക്കളെ കുരങ്ങന്മാരാക്കി മാറ്റുകയും പ്രായമായവരെ വൃദ്ധരായിട്ടുണ്ടായിരുന്ന അസ്ഹാബു സബത്തിലുള്ളവരെ പന്നികളാക്കി മാറ്റുകയുമാണ് ചെയ്തത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. എന്തായാലും ജൂത നസാറാക്കളിൽ അവർക്ക് അള്ളാഹു നൽകിയ ഒരു ശിക്ഷയാണ് അവരെ പന്നികളും കുരങ്ങന്മാരുമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്, അവരിലൊരു വിഭാഗത്തെ. എന്നിട്ട് ഈ ആയത്തിലെ അവസാനത്തിൽ അല്ലെങ്കിൽ ഈ ഭാഗം അവസാനിക്കുന്നിടത്ത് അള്ളാഹു പറയാണ് അള്ളാഹുവിന് പുറമേയുള്ളവരെ അഥവാ പിശാചിനെയും മറ്റും അവർ ആരാധിച്ചിരുന്നു. അല്ലെങ്കിൽ പിശാച് അവരിലേക്ക് വഴി കാണിച്ചു കൊടുത്ത വിഗ്രഹങ്ങളെ ആവട്ടെ മറ്റു ഖബറുകളെ ആവട്ടെ അവർ ആരാധിച്ചിരുന്നു എന്ന് അള്ളാഹു തആല ഈ ആയത്തിലൂടെ അറിയിക്കുക. അപ്പോ വേദഗ്രന്ഥം നൽകപ്പെട്ട റസൂലുകൾ വന്നിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് അറിയുന്ന ആളുകൾ, അതിനെപ്പറ്റി അറിയുന്ന ആളുകൾ, ആ നബിയെ പിൻപറ്റിയിട്ടുള്ള ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ കാരണത്താൽ അവരിൽ കുഫ്ർ സംഭവിച്ചിട്ടുണ്ട്. അവർ അള്ളാഹുവിന് പുറമേയുള്ളവരെ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നറിയിക്കുന്ന ഒരായത്ത് കൂടിയാണിത്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ആയത്ത് വഖൗലിഹി ഖാല الذين غلبوا على امرهم لنتخذن عليهم مسجدا സൂറത്തുൽ കഹ്ഫിലെ 21ാമത്തെ ആയത്താണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമുക്കറിയാം, അതോടെ പറയുന്നില്ല. ആ അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകളെ, ഈ ഗുഹാവാസികളെ കണ്ടുപിടിച്ച ആ നാട്ടുകാര് 300 ചില്ലാനം വർഷങ്ങൾക്ക് ശേഷം ഈ ആളുകളെ കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ. അപ്പൊ അത് ആ നാട്ടിലെ ആളുകൾ അവരെ ഔലിയാക്കളായി നല്ല ആ നിലയിലാണ് കണ്ടിരുന്നത്. വളരെ വൈകാതെ തന്നെ അവർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ മരണപ്പെട്ട ആ സ്ഥലം അല്ലെങ്കിൽ ആ ഗുഹാപ്രദേശം, അതിന്റെ അടുത്തുള്ള പ്രദേശം, അവർ മരണപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ അവരുടെ ഖബറിന്റെ മുകളിൽ എന്താണ് ചെയ്യുക, അതെങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചർച്ചയിൽ അതിൽ ഒരു കൂട്ടർ പറഞ്ഞു ഖാലല്ലദീന ഗലബു അലാ അംരിഹിം. പല അഭിപ്രായങ്ങൾ വന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ഓരോ അഭിപ്രായം വന്നു. അതിൽ അഭിപ്രായം മുൻപ് നിന്ന ആളുകൾ അവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, നമുക്ക് ആ ഖബറിന്റെ മേലെ മസ്ജിദ് ഉണ്ടാക്കാം എന്ന് അവർ പറയുകയുണ്ടായി. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന ഒരു മസ്ജിദ് ഉണ്ടാക്കാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദമ്മ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവർ അങ്ങനെ ഒരു വാക്ക് വരെ പറഞ്ഞു എന്നുള്ളത്. അപ്പൊ മുൻഗാമികളിൽ ഔലിയാക്കൾ എന്ന് പറയുന്ന ഇനങ്ങളിൽ ആളുകളെ കണ്ടുകൊണ്ട് അവരുടെ ഖബറിന് മേലെ മസ്ജിദ് കെട്ടി ഉണ്ടാക്കുന്ന രീതി, അഭിപ്രായങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഖബർ കെട്ടിപ്പൊക്കുന്നത് അല്ലെങ്കിൽ ഖബറിന്റെ മേലെ മസ്ജിദ് ഉണ്ടാക്കുന്നത്, അവിടെ നിസ്കരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് അറിയിക്കാനാണ് ഈ ആയത്ത് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. 2 ബാബുകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു ഖബറിന്റെ അടുക്കൽ നിസ്കരിക്കുന്നതോ അല്ലെങ്കിൽ ഖബറിനെ മസ്ജിദായി എടുക്കുന്നത് ഷിർക്കാണ്, അല്ലെങ്കിൽ വസീലത്ത് ഷിർക്കാണ് എന്ന നിലക്ക് അള്ളാഹുവിനെ ആരാധിക്കുന്നത് വസീലത്ത് ഷിർക്കാണ് എന്നുള്ള നിലക്കുള്ള കാര്യങ്ങൾ നമ്മൾ ആ ബാബിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഉമ്മത്തിനും സംഭവിക്കും എന്നറിയിക്കാനാണ് ഈ ആയത്തും ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഹദീസാണ്. അൻ അബീ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും, തീർച്ച നിങ്ങൾ നിങ്ങളുടെ മുൻപുള്ളവരുടെ, മുൻഗാമികളുടെ അഥവാ ജൂതനസാറാക്കളുടെ അഥവാ ഉദ്ദേശം അവരുടെ പാത നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഉറപ്പിച്ചിട്ടാണ് പറയുന്നത്, തൗക്കീദ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവർ നബിസ്വല്ലല്ലാഹു പറയണ എന്തായാലും നിങ്ങൾ പിൻപറ്റും. എന്നൊരു ഉദാഹരണം പറയാണ്, ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ. ഒരു ഖുദ്ദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പിന്റെ പിറകിലായിക്കൊണ്ട് പിന്നെ നമ്മൾ തൂവല് പോലെയുള്ള വെക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു കാര്യം അമ്പിന്റെ ബാക്ക് ഭാഗത്ത് അത് 3 എണ്ണാണ് സാധാരണ വെക്കാറുള്ളത്. അത് വെക്കുമ്പോൾ ഒന്നിന് പിറകിലായി മറ്റൊന്ന്, അതിന് പിറകെ മറ്റൊന്ന്, കറക്റ്റ് ഓർഡറിൽ വെക്കണം. എന്നാലും അമ്പിന്റെ ദിശ പോകുന്നിടത്തും അത് അമ്പെയ്യുമ്പോഴെല്ലാം അതിന് ഒരുപാട് ഗുണം ചെയ്യുന്ന അങ്ങനെ കാര്യം ഉണ്ടാവുക, അമ്പുണ്ടാവുക. അപ്പൊ അതിനാണ് ഖുദ്ദത്ത് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണോ അടുപ്പിച്ച് ഒന്നിന് പുറകെ ഒന്നായി വെക്കുന്നത്
അതുപോലെ നിങ്ങൾ അവരെ പിൻപറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപമ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഹത്താ ലൗ ദഖലു ഹുജ്റ റബ്ബിൻ ലദഖൽതുമൂഹ്, അവരൊരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാലും, അതങ്ങനെ പ്രവേശിക്കാൻ പറ്റൂല, അതിലേക്ക് പ്രവേശിച്ചാലും പിൻപറ്റിക്കൊണ്ട്, അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങളുടെ മുമ്പുള്ളവരുടെ പിൻപറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ യഹൂദ് വൻ നസാറ, ഈ ഞങ്ങളെ മുൻപുള്ളവർ കൊണ്ട് ഉദ്ദേശിച്ചത് ജൂത നസാറാക്കളാണോ? ഖാല ഫമൻ, അപ്പൊ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ആരാണ്? അപ്പൊ ജൂത നസാറാക്കളിൽ സംഭവിച്ച പിഴവിൽ ഏറ്റവും വലിയ പിഴവ് എന്താ? നമ്മൾ കഴിഞ്ഞ ബാബുകളിൽ പറഞ്ഞതുപോലെ അവർ അമ്പിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഖബറിനെ മസ്ജിദാക്കി. അവരുടെ കൂട്ടത്തിൽ അമ്പിയാക്കളും സാലിഹീങ്ങളും മരണപ്പെട്ടാൽ അവരെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഖബറുകൾ വസനുകളായി മാറുന്ന, വിഗ്രഹങ്ങളായി മാറുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ അവരെ പിൻപറ്റുമെന്ന് പറഞ്ഞാൽ അവരുടെ ചെറിയ കാര്യങ്ങളിൽ പോലും അതുപോലെ പിൻപറ്റുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അവരിൽ സംഭവിച്ച ഏറ്റവും വലിയ പിഴവായിട്ടുള്ള ഈ ശിർക്ക് ഈ ഉമ്മത്തിൽ സംഭവിക്കില്ല എന്നെങ്ങനെ ഒഴിവാക്കി പറയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് സംഭവിച്ചതുപോലെയുള്ള ഈ അപകടം, ഈ ശിർക്ക് ഈ ഉമ്മത്തിനും സംഭവിക്കും എന്നറിയിക്കുന്ന ഒരു ഹദീസാണ്. ഇത് വളരെയധികം നമ്മൾ ഭയപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു ഹദീസാണ്. കാരണം എല്ലാ മേഖലയിലും ഇത് ബാധിക്കും. പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ, രൂപത്തിൽ, സംസ്കാരത്തിൽ, അങ്ങനെ ഓരോ മേഖലയിലും ഈ ജൂത നസാറാക്കളെ പിൻപറ്റാൻ ഈ ഉമ്മത്ത് മത്സരിക്കുന്ന ഒരവസ്ഥ ഇന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ സംസ്കാരം വിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക വിട്ട് അവരുടെ സംസ്കാരവും മാതൃകയും പിൻപറ്റുന്ന അവസ്ഥ. അത് വേഷത്തിലും ഭക്ഷണം കഴിക്കുന്ന രീതിയിലും പെരുമാറുന്ന രീതിയിലും സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും വിളിക്കുന്ന രീതിയിൽ വരെ ഇന്ന് മുസ്ലിമുകൾ അത് ഏറ്റെടുക്കുന്നുണ്ട്. ആ ഒരവസ്ഥ കാണുന്നുണ്ട്. അപ്പോ ഇതിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യത്തിൽ എത്രത്തോളം അവർ ചെന്ന് ചാടും? അപ്പോ ഈ ശിർക്ക് ഈ ഉമ്മത്തിലും സംഭവിക്കുമെന്നുള്ളതിന് ഈ ഹദീസ് ഒരു തെളിവാണ്. അടുത്ത ഹദീസ്, വലി മുസ്ലിമിൻ عن ثوبان رضي الله عنه أن رسول الله صلى الله عليه وسلم قال, സഹീഹ് മുസ്ലിമിലുള്ള റിവായത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ച് വലിയ ഹദീസാണ്, അതേ ഹദീസ് വായിക്കാം. ഇന്നല്ലാഹ സവാലി അൽ അർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഭൂമിയെ ചുരുട്ടിക്കൊണ്ട് കാണിച്ചു തന്നു, അഥവാ എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ ചുരുട്ടി കാണിച്ചു തന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് എത്രത്തോളം ഈ ഭൂമിയുടെ ഭാഗത്ത് എത്തിച്ചേരും എന്നുള്ളതിനെ കാണിച്ചു കൊടുത്തു. ഫറഅയ്തു മശാരിഖഹാ വമഗാരിബഹാ, ആ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ഞാൻ കണ്ടു. അഥവാ ഇസ്ലാം പരന്നെത്തുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വളർന്നെത്തുന്ന കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രദേശങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കേണ്ടായി, ചുരുട്ടിക്കൊണ്ട് കാണിച്ചു കൊടുക്കേണ്ടായി. وَإِنَّ أُمَّتِي سَيَبْلُغُ مُلْكُهُمْ مَا زُوِيَ لِي مِنْهَا, എന്റെ ഉമ്മത്തിന്റെ ആധിപത്യം എനിക്ക് കാണിച്ചു തന്ന പ്രദേശത്തിലൊക്കെ എത്തിച്ചേരും. അള്ളാഹു കാണിച്ചു കൊടുത്ത അതിലൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടാകും. وَأُعْطِيتُ الْكَنْزَيْنِ الْأَحْمَرَ وَالْأَبْيَضَ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നൽകപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് നൽകപ്പെടും, അതോ ഈ ഉമ്മത്തിനുണ്ടാകും രണ്ട് നിധികൾ, കൻസൈൻ എന്ന് പറയാം. അൽ-അഹ്മറ വൽ-അബിയള, ചുവന്നതും വെളുത്തതും. എന്താ കൊണ്ട് ഉദ്ദേശം? തിസ്ര കൈസർ, ചുവന്നത് കൈസറിന്റെയും വെളുത്തത് തിസ്രയുടെയും. അഥവാ അന്ന് കാലത്ത് ഏറ്റവും അധികം സമ്പത്ത് കൊണ്ടും എല്ലാം വലിയ ഖജനാവുകൾ ഉണ്ടായിരുന്നായിരുന്നു റോം പേർഷ്യ നാടുകൾ. അവരുടെ ഖജനാവുകൾ എനിക്ക് ലഭിക്കപ്പെടുന്ന അവസ്ഥ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ മുസ്ലിമീങ്ങൾ എന്തായിട്ടില്ല? ഈ റോമും പേർഷ്യയൊന്നും കീഴടക്കിയിട്ടില്ല, ഈ കിസ്ര കൈസർ സാമ്രാജ്യം നേടിയിട്ടില്ല. അത് പിൽക്കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് തെളിവ് കൂടിയാണ് ഈ ഹദീസ്. അങ്ങനെ പറഞ്ഞു അത് രണ്ടും. വഇന്നി സഅൽതു റബ്ബി ലിഉമ്മതി അല്ലാ യുഹ്ലികഹും ബിസനതിൻ ബിആമ്മത്തിൻ, ഞാൻ എന്റെ റബ്ബിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു എന്റെ ഉമ്മത്തിന് വേണ്ടി, എന്റെ ഉമ്മത്തിനെ ഒരു മൊത്തമായിക്കൊണ്ട് ഒരു വർഷത്തിൽ നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുതേ എന്ന്. അതായത് ദാരിദ്ര്യമോ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ മാരക രോഗങ്ങളോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എന്റെ ഉമ്മത്തിനെ മൊത്തത്തിൽ ഒറ്റയടിക്ക് നശിപ്പിച്ച് കളയുന്ന അവസ്ഥ ഉണ്ടാക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വഅല്ലാ യുസല്ലിത അലൈഹിം അദുവൻ മിൻ സിവാ അൻഫുസിഹിം, അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്നല്ലാതെ മറ്റ് ശത്രുക്കളിൽ നിന്ന് ആരെങ്കിലും
അവരെ കീഴടക്കുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് പിന്നെ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ തേടി. അഥവാ മുഴുവനായിട്ട് മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ശത്രുക്കൾ അധികാരപ്പെടുത്തുന്ന ഏത് തരത്തിൽ ഫയസ്തബീഹ ബൈളതഹും, അവരുടെ സമ്പത്തും അവരുടെ സ്ഥലവും അവരുടെ അധികാരവും, അഥവാ മുസ്ലിമീങ്ങളുടെ സമ്പത്തും അധികാരവും സ്ഥലവും എല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് എല്ലാം യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങൾക്ക് മേലെ അധികാരം നേടരുതേ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കരുതേ എന്ന് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു. വഇന്ന റബ്ബി ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ റബ്ബ് പറഞ്ഞു, യാ മുഹമ്മദ്, എ മുഹമ്മദ്, ഇദാ ഖദൈതു ഖദാഅൻ ഫഇന്നഹു ലാ യുറദ്ദു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അഥവാ കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മാറ്റപ്പെടുകയില്ല. അള്ളാഹുവിന്റെ ഒരു ഖളാ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മാറ്റപ്പെടുകയില്ല. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ. വഇന്നി അഅതൈതുക ലിഉമ്മതിക അല്ലാ ഉഹ്ലികഹും ബിസനത്തിൻ ആമത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തല്ലോ ആദ്യം, ഒരൊറ്റ മൊത്തമായിട്ട് ഒരൊറ്റ കാര്യം കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് എന്റെ ഉമ്മത്തിനെ മൊത്തം നശിപ്പിക്കരുത്. അള്ളാഹു പറയാണ്, നിന്റെ ഉമ്മത്തിന് ഞാൻ നൽകുന്നതാണ്, ഞാൻ അവരെ ഒറ്റയടിക്ക് മുഴുവനായിട്ട് നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. വഅല്ലാ ഉസല്ലിത അലൈഹിം അദുവൻ മിൻ സിവാ അൻഫുസിഹിം, അവരുടെ കൂട്ടത്തിൽ നിന്നല്ലാതെ മറ്റുള്ള ശത്രുക്കൾ അവരുടെ മേലെ പൂർണ്ണമായി അധികാരം നേടുകയും ഫയസ്തബീഹ ബൈളതഹും വലൗ ഇജ്തമഅ അലൈഹിം മൻ ബിഅഖ്താരിഹ, ഈ ലോകത്തുള്ള എല്ലാ മേഖലയിൽ നിന്നും അവരുടെ നേരെ വന്നാലും അവരെ മുഴുവനായിട്ട് അവരുടെ സ്വത്തും സമ്പത്തും എല്ലാം കീഴ്പ്പെടുത്തുന്ന രീതിയിൽ അവരുടെ മേലെ അധികാരപ്പെടുത്തുന്ന ഒരവസ്ഥ ശത്രുക്കൾക്ക് ഞാൻ ഉണ്ടാക്കുകയില്ല. മുസ്ലിമുകളുടെ മേലെ ശത്രുക്കൾ അങ്ങനെ ഒരു ആധിപത്യം നേടുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ യകൂന ബഅ്ദുഹും യുഹ്ലികു ബഅ്ദൻ വയസ്ബി ബഅ്ദുഹും ബഅ്ദാ, അവർ പരസ്പരം, മുസ്ലിമീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നാശമുണ്ടാക്കുന്നത് കൊണ്ടല്ലാതെ, അതല്ലെങ്കിൽ അവരിൽ ചിലർ, മുസ്ലിമീങ്ങളിൽ ചിലർ മുസ്ലിമീങ്ങളെ തന്നെ തടവുള്ളികളായി ആക്കുന്നത് വരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മുസ്ലിമീങ്ങൾ പരസ്പരം കുഴപ്പങ്ങൾ ഉണ്ടാക്കി നാശത്തിലാകുക, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ പരസ്പരം യുദ്ധം ചെയ്ത് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായി ഒരു വിഭാഗത്തെ പിന്നെ തടവിലാക്കി വെക്കുക, അങ്ങനെയൊക്കെ ആകുന്നത് വരെ വേറൊരു ശത്രുക്കൾ വന്ന് മുസ്ലിമീങ്ങളുടെ മേലെ പൂർണ്ണമായ അധികാരം നേടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. വറവാഹു അൽ-ബർഖാനി ഫി സഹീഹി വസാദ, മറ്റൊരു റിവായത്തിൽ കുറച്ചുകൂടി ഇതേ ഹദീസിന്റെ ഭാഗത്തിൽ കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇന്നമാ അഖാഫു അലാ ഉമ്മതി അൽ-അഇമ്മത്തുൽ മുളില്ലീൻ, ഞാൻ എൻ്റെ ഉമ്മത്തിന്റെ മേലെ ഭയപ്പെടുന്നത് വഴികേടിലാക്കുന്ന, വഴിപിഴപ്പിക്കുന്ന ഇമാമിങ്ങളെയാണ്, അഥവാ നേതാക്കന്മാരെയാണ്. അത് ദീനിന്റെ വിഷയത്തിലാവട്ടെ ദുനിയാവിന്റെ വിഷയത്തിലാവട്ടെ ജനങ്ങളെ വഴികേടിലാക്കുന്ന നേതാക്കന്മാരെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഒരു കൂട്ടരുണ്ടായിക്കഴിഞ്ഞാൽ ഉമ്മത്ത് മൊത്തം നശിക്കും. അവരിൽ അത് ഇൽമുള്ള ആളുകളായിരിക്കുന്ന നിലയിലാവട്ടെ അതല്ലെങ്കിൽ അധികാരമുള്ള നിലയിലാവട്ടെ ആളുകൾക്ക് നാശമുണ്ടാവും. വൈദാ വഖഅ അലൈഹിമുസ് സൈഫ് ലം യുർഫഅ ഇലാ യൗമിൽ ഖിയാമ, എന്നിട്ട് ആ കൂട്ടരുടെ അവസ്ഥ പറയാണ്, ഈ വലാലത്തിലാക്കുന്ന ഇമാമികളുടെ അവസ്ഥ പറയാണ്, അവരുടെ ഇടയിൽ അസൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫിത്നയാണ്, രക്തം ചീന്തുന്ന ഫിത്നയോ കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അന്ത്യനാൾ വരെ മാറിപ്പോകാതെ, അവരിൽ നിന്ന് നീങ്ങിപ്പോകാത്ത അവസ്ഥ ഉണ്ടാവും. അഥവാ ഫിത്നയിൽ വന്നാൽ അതിലകപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. എന്നിട്ട് പറഞ്ഞു, വലാ തഖൂമുസ് സാഅതു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യൽഹഖ ഹയ്യുൻ മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ. ഇതാണ് നമ്മുടെ ഈ ബാബിന്റെ പ്രധാനപ്പെട്ട ഭാഗം. വിശ്വാസം പറയാണ്, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യൽഹഖ ഹയ്യുൻ, ഹയ്യ് എന്ന് പറഞ്ഞാൽ ഖബീല, ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു സമൂഹം, ഒരു കൂട്ടം ആളുകൾ, മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ, ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുമായി ചേരാതെ ഈ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ള ഒരു വാക്കാണെന്ന് ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, എന്റെ ഉമ്മത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ, ഒരു ഗോത്രമോ ഒരു വിഭാഗമോ ആളുകൾ, അവർ മുശ്രിക്കീങ്ങളുമായി ചേരാതെ, അഥവാ പ്രവർത്തനത്തിലും വിശ്വാസത്തിലുമൊക്കെ അവരുമായി ചേരാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് പറയാണ്. വഹത്താ തഅബുദ ഫിആമു മിൻ ഉമ്മതി അൽ-ഔസാൻ, അത് ഏതുവരെ എത്തും? എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ, ഒരു വിഭാഗം, ഒരു ഖൗമ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെ എത്തും. വിഗ്രഹങ്ങളെ
ആരാധിക്കുന്നത് വരെ എത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയും ഈ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻപ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുകയില്ല? ഈ ഉമ്മത്തിലെ ചെയ്യുന്ന അല്ലാഹു അല്ലാത്തവരോട് ഇബാദത്ത് ചെയ്യുന്ന ശിർക്കല്ല എന്ന് പറയുക എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഹദീസിന്റെ ബാക്കി കൂടി ഉണ്ട്. വഇന്നഹു സയകൂനു ഫീ ഉമ്മത്തി കദ്ദാബൂന 30. എന്റെ ഉമ്മത്തിൽ ഉണ്ടാകും 30 കള്ളന്മാർ, അഥവാ നുബുവത്ത് വാദിച്ചുകൊണ്ട് ഞാൻ പ്രവാചകനാണ്, ഞാൻ നബിയാണ് എന്ന് വാദിച്ചുകൊണ്ട് 30 ആളുകൾ എന്റെ ഉമ്മത്തിലുണ്ടാകും. കുല്ലുഹും യസ്ഉമു അന്നഹു നബിയ്യുൻ വഅന, അവരെല്ലാവരും വാദിക്കുന്നത് അവരാണ് നബി എന്നായിരിക്കും. വഅന ഖാതമുൻ നബിയ്യീൻ ലാ നബിയ്യ ബഅദി, ഞാനാണ് അവസാനത്തെ നബി, എനിക്ക് ശേഷം ഒരു നബിയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇവിടെ ഈ ഒരു വാദത്തിൽ പിഴച്ചുപോയ ആളുകളാണ് ഖാദിയാനികൾ എന്ന് പറയുന്നത്. അവർ ഖുർആനിലെ പല ആയത്തുകളിലും ഖാത്തം എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത് അവസാനത്തെ നബി എന്നല്ല, നബിമാരുടെ പ്രധാനിയാണ് എന്ന അർത്ഥത്തിലൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഹദീസ് നോക്കൂ, അവര് ഖുർആന്റെ എതിരാന്ന് പറഞ്ഞ ഹദീസ് തള്ളും, അത് വേറെ കാര്യം. പക്ഷേ ഈ ഹദീസ് നോക്കൂ, ലാ നബിയ്യ ബഅദി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, ഒരു കൂട്ടം ആളുകൾ ശിർക്കിലേക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ, എന്നാൽ ഒരു വിഭാഗം ആളുകൾ അവർ ഹക്കിലായിക്കൊണ്ട് തന്നെ നിൽക്കും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ദീനാണോ കൊണ്ടുവന്നത്, ഏതൊരു ദീനാണോ പഠിപ്പിച്ചത്, അതിൽ തന്നെ നിലനിൽക്കും. മൻസൂറത്തൻ, അള്ളാഹുവിനാൽ സഹായിക്കപ്പെടുന്ന അവസ്ഥയിൽ അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നുണ്ടാകും. ലാ യദുർറുഹും മൻ ഖദലഹും, അവരെ എതിരാകുന്ന അല്ലെങ്കിൽ അവരെ ചതിക്കുന്ന, അവരെ പുച്ഛിക്കുന്ന, അവർക്കെതിരാകുന്ന, വലാ മൻ ഖാലഫഹും, അവർക്കെതിരാകുന്ന, അവരെ ഒറ്റപ്പെടുത്തുന്ന ആ ആളുകളുടെ ഒരു പ്രവർത്തനവും വാക്കും അവർക്കൊരു ദോഷവും വരുത്തില്ല. ഹത്താ യഅതിയ അംറുല്ലാഹ് തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ തീരുമാനം വന്നെത്തുന്നത് വരെ അവർ ആ അവസ്ഥയിൽ തന്നെ, അഥവാ ആ ഹക്കിലായിക്കൊണ്ട് തന്നെ നിലനിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. അപ്പോൾ ഇത് വളരെ മനസ്സിലാക്കേണ്ട ഹദീസാണ്. ഇതിൽ പല വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ പറഞ്ഞു. വലാ തഖൂമു സ്സാഅതു ഹത്താ യൽഹഖ ഹയ്യും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളോട് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ചേരാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. വഹത്താ തഅബുദ ഫിആമു മിൻ ഉമ്മത്തി അൽ ഔസാൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, വസനുകളെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഈ ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. അപ്പോൾ ഈ ഒരു ശുബ്ഹത്ത് ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും പറയാറുണ്ട്, അവർ ജാറത്തിൽ പോയി നടത്തുന്ന ഓരോ കാര്യങ്ങൾക്കും ആളുകളെ ജാറത്തിലേക്ക് വിടും, ആളുകൾ അവിടെ സുജൂദ് ചെയ്യും, അവിടെ പോയി പ്രാർത്ഥിക്കും, അവിടെ പോയി സഹായം ചോദിക്കും. എന്നിട്ട് അത് ശിർക്കാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് പറയും ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്താലും അത് ശിർക്കാവുകയില്ല എന്ന നിലക്ക് വരെ അവർ പറയുന്ന അവസ്ഥ കാണാം. എന്നാൽ അതേ സമയം ചെയ്യുന്നതോ ജാറം മാത്രമല്ല, നമ്മുടെ നാടുകളിൽ നഊദു ബില്ലാഹ് കല്ലിന്റെ അടുക്കൽ പോകുന്നവരുണ്ട്. പല സ്ഥലത്തും നമുക്ക് കാണാൻ വെറും ഒരു പാറക്കല്ലിന്റെ മുമ്പിൽ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകളിൽ മരത്തിന്റെ അടുക്കൽ പോകുന്നവരുണ്ട്, അതല്ലാതെ പലതിന്റെയും അടുക്കൽ പോകുന്നവരുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വാദം പറയാൻ സാധിക്കുക? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്നും ഖുർആനിന്റെ ആയത്തിൽ മുൻ സമൂഹങ്ങളെ പറ്റി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും വ്യക്തമായി മനസ്സിലാക്കാം ഈ ഉമ്മത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിലുള്ള ശിർക്ക് സംഭവിക്കും എന്നുള്ളത്. ഇനി ഈ ഒരു ബാബിന്റെ ഷർഹ് ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഖൗലു സദീദ് എന്നുള്ള കിതാബ് തൗഹീദിന്റെ ഷർഹിൽ ഇതിന് കൊടുത്തിട്ടുള്ള ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ബാബു മാ ജാഅ അന്ന ബഅദ ഹാദിഹിൽ ഉമ്മ യഅ്ബുദുൽ ഔസാൻ, ഈ ഉമ്മത്തിൽ ചില ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കും എന്നുള്ള ബാബിൽ മഖ്സൂദു ഹാദിഹി തർജുമ അൽ ഹദ്ർ മിന അശ്ശിർക്ക് വൽ ഖൗഫ് മിൻഹു, ഈ ഒരു ബാബിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർക്കിനെ തൊട്ടുള്ള താക്കീതും അതുപോലെ ആ ഷിർക്കിനെ കുറിച്ചുള്ള ഭയവും ഉണ്ടാകണം എന്നുള്ളതാണ്. ഇവിടെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിർക്കിനെ തൊട്ട് ഭയമില്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ഷിർക്കിലേക്ക് എത്തുമോ അല്ലെങ്കിൽ ഷിർക്ക് സംഭവിക്കുമോ എന്നുള്ള അത് പേടിച്ചിങ്ങനെ നടക്കണമെന്നല്ല, പക്ഷെ അത് നമ്മൾ സൂക്ഷിക്കണം. ആ ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം.
അതിനെക്കുറിച്ചൊരു ഭയമില്ലാത്ത അവസ്ഥ ഉണ്ട് എങ്കിൽ നമ്മൾ തൗഹീദ് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം തൗഹീദ് പൂർത്തീകരിക്കുന്നതിന്റെ ഏതൊരളവിലാണോ പൂർത്തീകരിക്കുന്നത് ആ അളവിലാണ് ശിർക്കിനെ കുറിച്ചുള്ള ഭയവും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ ശിർക്കിൽ നിന്ന് രക്ഷ തേടാനുള്ള ദുആ നമ്മുടെ സ്ഥിരം പ്രാർത്ഥനയായിക്കൊണ്ട് നമ്മുടെ ദുആകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് പറഞ്ഞു വന്നഹു അംറുൻ വാഖിഉൻ ഫീ ഹാദിഹിൽ ഉമ്മ ലാ മഹാല. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ് ഈ ശിർക്ക് ഈ ഉമ്മത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ, എന്തായാലും സംഭവിക്കുന്നുണ്ട്. വറദ്ദു അലാ മൻ സഅമ അന്ന മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും പറയുകയാണ് ഇതിനെതിരായിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരാൾ, വതുസമ്മാ ബിൽ ഇസ്ലാം അന്നഹു യബ്ഖാ അലാ ഇസ്ലാമിഹി വലൗ ഫഅല മാ യുനാഫി മിനൽ ഇസ്തിഗാസതി ബി അഹ്ലിൽ ഖുബൂരി വദുആഇഹിം, ആരെങ്കിലും പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരാൾ അവൻ ഖബറിൽ പോയി ആ ഖബറാളിയോട് ഇസ്തിഗാസ നടത്തിയാലും ദുആ നടത്തിയാലും അതുപോലെ എന്ത് കാര്യം ചെയ്താലും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായ എന്ത് പ്രവർത്തനം ചെയ്താലും അവൻ മുസ്ലിം തന്നെയാണ്, അവൻ ഇസ്ലാമിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ വസമ്മാ ദാലിക തവസ്സുലൻ ലാ ഇബാദതൻ ഫഇന്ന ഹാദാ ബാതിൽ, എന്നിട്ട് ആ ചെയ്ത പ്രവർത്തനത്തിനെ പറയാണ് അത് തവസ്സുലാണ്, ഇബാദത്തൊന്നല്ല തവസ്സുലാണ്. പൊതുവെ പറയണേക്കാം ജാറത്ത് പോവാണ്, ഞങ്ങളിവിടെ ഇബാദത്ത് ചെയ്യാൻ പോയല്ല തവസ്സുലാക്കാൻ പോവാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവരോട് പോയിട്ട് ദുആ ചെയ്യുന്ന സഹായം ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അത് ബാത്തിലായൊരു വാദമാണ്, അതൊരിക്കലും ശരിയല്ലാത്തൊരു വാദമാണ്. ഫൈനൽ വസന, എന്നിട്ട് പറയാണ് വസൻ എന്നുള്ള പദം ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ ഉബിദ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം മൊത്തത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു പേരാണ് വസൻ എന്നുള്ള പദം. നമ്മൾ വസൻ എന്നുള്ള പദം കേൾക്കാറുണ്ട്, അത് അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനും പൊതുവായി പറയാൻ പറ്റുന്ന പേരാണ്. ലാ ഫർഖ ബൈനൽ അശ്ജാരി വൽ അഹ്ജാരി വൽ അബ്നിയ, അത് മരമായാലും ശരി, കല്ലാണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും കെട്ടിപ്പൊക്കിയതാണെങ്കിലും ശരി, വലാ ബൈനൽ അംബിയാ വസ്സാലിഹീൻ വത്താലിഹീൻ ഫി ഹാദൽ മൗദിഅ് വഹുവൽ ഇബാദ, അത് നബിയാണെങ്കിലും ശരി, സ്വാലിഹാണെങ്കിലും ശരി, ഇനി തെമ്മാടിയായിട്ടുള്ള ഒരാളാണ് ശരി, ഇബാദത്ത് ചെയ്യുന്നുണ്ടോ അതെന്താണ്? അത് ശിർക്കാണ്, അത് വസനായി പരിഗണിക്കപ്പെടും ആ കാര്യത്തെ. അഥവാ അള്ളാഹുവിന് പുറമെ എന്തിനാരാധിച്ചാലും അതിനെ വസനായി കണക്കാക്കപ്പെടും. ഫഇന്നഹാ ഹഖ്ഖുല്ലാഹി വഹ്ദ, കാരണം ഇബാദത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം അവകാശമാണ്. ഫമൻ ദഅ ഗൈറല്ലാഹ് ഔ അബദഹു ഫഖദ് ഇത്തഖദഹു വസന, ആരെങ്കിലും അള്ളാഹുവിന് പുറമെ മറ്റാരോടെങ്കിലും ദുആ ചെയ്യുകയോ ആരാധിക്കുകയോ ചെയ്താൽ അവൻ ആരെയാണോ ആരാധിച്ചത്, ആരോടാണോ ദുആ ചെയ്തത് അതിനെ വസനായിട്ട് ഒരു വിഗ്രഹമായിട്ട് എടുത്തിരിക്കുന്നു. വഖറജ ബിദാലിക അനിദ്ദീൻ വലം യൻഫഅഹു ഇന്തിസാബുഹു ഇലൽ ഇസ്ലാം, അവൻ ദീനിൽ നിന്ന് പുറത്തായിട്ടുണ്ട്, അവൻ ഇസ്ലാമിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് ഒരു ഉപകാരം അവന് പരലോകത്ത് ഉണ്ടാവാൻ പോകുന്നില്ല, ഒരു ഉപകാരം ഉണ്ടാവാൻ പോകുന്നില്ല. ഫകം ഇൻതസബ ഇലൽ ഇസ്ലാം മിൻ മുശ്രികിൻ വമുൽഹിദിൻ വകാഫിരിൻ വമുനാഫിഖിൻ, എത്ര ആളുകളാണ് മുശ്രിക്കായിട്ടുള്ള, കാഫിറായിട്ടുള്ള, മുനാഫിഖായിട്ടുള്ള, അതുപോലെ തന്നെ മുൽഹിദായിട്ടുള്ള, നിരീശ്വരവാദിയായിട്ടുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്നത്. അവർ ഉള്ളിൽ കാഫിറായിരിക്കും, ചെയ്യുന്നത് ശിർക്കായിരിക്കും, ഉള്ളിൽ നിഷേധിയായിരിക്കും, ഉള്ളിൽ നിഫാഖായിരിക്കും, പക്ഷെ ഇസ്ലാമിലേക്ക് ചേർത്തി പറയും. വൽ ഇബ്റതു ബിറൂഹിദ്ദീൻ വഹഖീഖതിഹി ലാ ബിമുജറദിൽ അസാമി വൽ അൽഫാദ് അല്ലതി ലാ ഹഖീഖത ലഹാ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ദീനിന്റെ റൂഹ് എന്താണോ, ദീനിന്റെ അടിസ്ഥാനം എന്താണോ അതിന്റെ പേരിലാണ്, അതല്ലാതെ എന്തെങ്കിലും പേര് പറഞ്ഞോണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം കൊണ്ടോ അല്ല, യാതൊരു അടിസ്ഥാനമില്ലാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളേണ്ടത് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്. അപ്പോ ഈ ശിർക്ക് എന്നുള്ളത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഉമ്മത്തിൽ വസൻ എന്നുള്ള പദം ഒന്നുകൂടി ഇസ്മുൻ ജാമിയാണ്, അഥവാ അള്ളാഹുവിന് പുറമെ എന്തിനാരാധിച്ചാലും അതിനെ വസൻ, അഥവാ നമ്മൾ മലയാളത്തിൽ വിഗ്രഹം എന്നുള്ള ആശയത്തിൽ അതിന് ഉപയോഗിക്കാം എന്നാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത്. അടുത്ത ബാബു മാ ജാഅ ഫി സിഹർ, സിഹറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. സിഹർ എന്നുള്ളത് സിഹറിൽ ഷിർക്കുൻ അക്ബർ ആയതുമുണ്ട്, എന്നാൽ സിഹർ എന്നുള്ള പേരിൽ പറയുന്ന വസീലത്തു ഷിർക്കായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. സിഹറിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അക്ബറാണ്. കാരണം പിശാചിനോട് സഹായം തേടുന്ന കാര്യമാണ് സിഹർ എന്നുള്ളത്. പിശാചിനോട് സഹായം തേടാതെ ഒരു സാഹിർ അവന്റെ ആ പ്രവർത്തനം സിഹർ എന്നുള്ളത് അവൻ പഠിക്കുന്നില്ല, അവൻ പ്രവർത്തിക്കുന്നില്ല.
എന്നാൽ മറ്റു ചില കാര്യങ്ങളെ പക്ഷികളെ വെച്ച് ശകുനം നോക്കുന്നത്, ഏലസ് കെട്ടുന്നത്, അല്ലെങ്കിൽ ചില കൺകെട്ട് വിദ്യകൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ സംസാരത്തിൽ അല്ലെങ്കിൽ നമീമത്തിനെ, അതിനെല്ലാം സിഹ്ർ എന്നുള്ള പദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വസീലത്ത് ശിർക്കാവുന്ന നിലക്കും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അധിക ഭാഗവും അത് ശിർക്കുൻ അക്ബർ ആണ് സിഹ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സിഹ്ർ എന്നുള്ളത് എന്താണ് എന്നൊരു ധാരണ ആദ്യം പറയാം. സിഹ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൽമാണ്, പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അറിവാണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചുക്കളെ അഥവാ ജിന്ന് വർഗത്തിൽപ്പെടുന്ന പിശാചുക്കളെ, അവർക്ക് മനുഷ്യരെ പോലെയല്ല, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രീതിയും അവരുടെ പ്രവർത്തനവും അവരുടെ ജീവിത മേഖലയും മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അതിലുള്ള പിശാചുക്കളെ അവർക്ക് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അവരോട് സഹായം ചോദിച്ചുകൊണ്ട്, ആ പിശാചുക്കളെ ഇടനിലക്കാരായിക്കൊണ്ട്, ഒരു സബബായിക്കൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പിശാചുക്കൾ ഈ സാഹിറന്മാരെ സഹായിക്കും. അത് പല രീതിയിലുണ്ടാകാം. അതല്ലെങ്കിൽ ഒന്ന് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കാൻ, ഇണക്കാൻ, അല്ലെങ്കിൽ നല്ല സ്നേഹബന്ധമുള്ള ആളുകളെ തെറ്റിക്കാൻ, അങ്ങനെ പല രീതിയിൽ ആ സിഹറിന്റെ പ്രവർത്തനം ഉണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു സാഹിർ ഒരു പിശാചിനെ തൃപ്തിപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യും. പിശാച് പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യും. അത് പല രീതിയിൽ ചെയ്യും. അത് ചെയ്തിട്ട് ശിർക്ക് ചെയ്യാതെ നടക്കൂല. കാരണം പിശാചിനോട് സഹായം തേടാണ്. ശിർക്കുൻ അക്ബർ, സംശയമല്ല. അള്ളാഹു അല്ലാത്ത ഒരാളോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ശിർക്കുൻ അക്ബറാണ്. അപ്പൊ അങ്ങനെ അപ്പോ പിശാച് പറയുന്ന ചില കാര്യങ്ങൾ സാഹിർ ചെയ്യും. അപ്പൊ അതിന്റെ പേരിൽ ഈ പിശാച് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അതിനാണ് സിഹ്ർ എന്ന് പറയുന്നത്. ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ആ വ്യക്തിയാണ് തൗഹീദുള്ള നല്ലൊരു വ്യക്തിയാണ്, സലഫിയത്ത് അങ്ങനെ ജീവിക്കുന്നത്. പക്ഷെ ആരോ സിഹർ ചെയ്തിട്ട് സിഹറിന്റെ ഏൽക്കുണ്ടായി, അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുകയുണ്ടായി, സിഹർ എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിൽ ചെയ്യാൻ 100, 200, 500 രൂപക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. കാരണം ഇത് മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ വ്യാപകമായിട്ടൊരു കാര്യമാണ്. പല ആളുകൾക്കും ഇത് എന്താണെന്ന് അറിയില്ല. അവരെന്തോ ഒരു ഉസ്താദിനെ പോയി കാണാണ്, തങ്ങളെ പോയി കാണാണ്, ഷെയ്ഖിനെ പോയി കാണാണ്, അവന്തൊക്കെ എഴുതി കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയും. ചില ആളുകൾക്ക് ഇത് സിഹറാണ്, ഇതിന്റെ ഗൗരവം എന്താണെന്ന് അറിയില്ല. ചില ആളുകൾ അറിഞ്ഞോണ്ട് ചെയ്യുന്നതുണ്ട്. അപ്പൊ അങ്ങനെ പലതരം നമ്മുടെ നാടുകളിൽ വ്യാപകമായിട്ടുള്ളൊരു കാര്യമാണ് സിഹർ എന്നുള്ളത്. അത് ഷിർക്കുൻ അക്ബറാണ്. ഷിർക്കുൻ അക്ബറാണ്. അതിൽ വസീലത്ത് ഷിർക്കാവുന്ന ചില സിഹർ എന്നുള്ള പേര് പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അടുത്ത ബാബിൽ വരുന്നുണ്ട്. എന്നാൽ അതിന്റെ അടിസ്ഥാനം ഷെയ്ത്താനിനോട്, പിശാചിനോട് ഇസ്തിആന നടത്തലാണ്, പിശാചിനോട് സഹായം തേടലാണ്. അതുകൊണ്ട് തന്നെ അത് ഷിർക്കുൻ അക്ബറാണ്. ഖുർആനിൽ തന്നെ അതിന് ദലീലായിട്ട് നമുക്ക് കാണാം. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തുണ്ട്. അതിന്റെ തുടക്കം തന്നെ ഈ സിഹർ അത് ചെയ്യുന്നവൻ അത് കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. ആയത്തിന്റെ അവസാനത്തെ ഭാഗമാണ് ഈ ബാബിലെ ഒന്നാമതായി ഇബ്നു അബ്ദുൽ വഹ്ഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. വഖൗലില്ലാഹി തആല വലഖദ് അലിമു ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ലഖദ് അലിമു, അവർക്കറിയാം. സിഹർ പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ജൂതന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം അവരുടെ കൂട്ടത്തിലാണ് ഏറ്റവും അധികം ഈ സിഹറിന്റെ ഉപയോഗം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് വളരെയധികം വ്യാപിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു സിഹർ എന്നുള്ളത്. അപ്പോ അവർക്കറിയാം ഈ സിഹർ ചെയ്യുന്നത്, അത് പ്രവർത്തിക്കുന്നത്. ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് പരലോകത്ത് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അഥവാ പരലോകത്ത് നഷ്ടക്കാരായിരിക്കും അവർ, ഏറ്റവും നരകത്തിന്റെ അവകാശികളായിരിക്കുമെന്ന് അവർക്ക് ബോധ്യമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ അല്ലാഹു തആല ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ് സിഹർ എന്നുള്ളത്. പിശാചിനോട് സഹായം ചോദിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കാനോ, അല്ലെങ്കിൽ ഇണക്കാനോ ഉള്ള രീതിയിലും ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം. അടുത്ത ആയത്ത് വഖൗലിഹി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, നമ്മൾ കഴിഞ്ഞ ബാബിൽ പറഞ്ഞ സൂറത്ത് നിസായിലെ 51-ാമത്തെ ആയത്താണ്. അതിൽ ജിബ്തി എന്നുള്ള പദം നമ്മൾ പറഞ്ഞു, അത് സിഹറിനും സാഹിറിനുമെല്ലാം ഉപയോഗിക്കുന്ന ഒരു പദമാണ് ജിബ്തി എന്നുള്ളത്. വഖാല ഉമർ അൽ ജിബ്തു, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ജിബ്തി എന്ന് പറഞ്ഞാൽ അസ്സിഹർ, സിഹറിനെയാണ് ഉദ്ദേശിക്കുന്നത്.
വത്താഗൂത്ത്, താഗൂത്ത് എന്ന് പറഞ്ഞാൽ ശൈത്താനാണ്, അഥവാ പിശാചിനെയാണ് ഉദ്ദേശിക്കുന്നത്. വഖാല ജാബിറുൻ അത്തവാഗീത്ത്, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തവാഗീത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് കുഹാനുൻ കാന യൻസിലു അലൈഹിമു ശൈത്താൻ ഫീ കുല്ലി ഹയ്യിൻ വാഹിദുൻ. ഈ തവാഗീത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്യോത്സ്യന്മാരെയാണ്, അവരുടെ മേലെ പിശാച് ഇറങ്ങാറുണ്ട് എന്നുള്ളത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ജ്യോത്സ്യന്മാർ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ സിഹർ എന്നുള്ളത് അത് പഠിക്കുക, അത് ചെയ്യുക എന്നുള്ളതെല്ലാം അത് ശിർക്കാണ്. അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി കൂട്ടുനിൽക്കുക ഉറപ്പാണ്. അതായത് ഒരു സാഹിറിന്റെ അടുക്കൽ സിഹർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട് വരുന്ന ഒരാളെ തീർച്ചയായും ശിർക്കിലേക്ക് ക്ഷണിക്കും. അതായത് ഒരു സാഹിറിന്റെ അടുക്കൽ ഒരാൾ സിഹർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഇൽമ പഠിച്ചിട്ടുള്ള ആളുടെ അടുക്കൽ അത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തീർച്ചയായും അയാളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിച്ചിരിക്കും. കാരണം അത് പിശാചും സാഹിറും തമ്മിലുള്ള കരാറാണ്. ചില സാഹിര്യങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞ വാക്കുകൾ കാണാം. അതായത് സാഹിറും പിശാചും തമ്മിലുള്ള ഒരു കരാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഹർ ചെയ്യാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആളുകളെ ശിർക്കിലേക്ക് ക്ഷണിക്കണം. അതുകൊണ്ടാണ് ഈ സാഹിറന്മാർ, നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ കോഴിയെ അറുക്കാൻ പറയും, ആടിനെ അറുക്കാൻ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവനെ അള്ളാഹുവിന് പുറമെ പിശാചിന് വേണ്ടി അറവ് നടത്താൻ പറയും. അപ്പൊ ശിർക്കിന്റെ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യും, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ മ്ലേച്ഛതകൾ ചെയ്യിപ്പിക്കും, അങ്ങേയറ്റത്തെ മ്ലേച്ഛതകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ പിശാച് നടത്തി കൊടുക്കുക. പിശാചിന്റെ സഹായം കിട്ടാൻ വേണ്ടി അവരത് ചെയ്യുകയും ചെയ്യും. അപ്പോ ഷിർക്കിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് സാഹിറിന്റെ ഉത്തരവാദിത്തമാണ്, പിശാചുമായിട്ടുള്ള കരാറ്. അപ്പോ ഈ സിഹർ എന്നുള്ളത് ഷിർക്കാണ് എന്ന് അറിയിക്കുന്ന കാര്യമാണത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അടുത്തൊരു ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബു അസ്സബ്അൽ മൂബിഖാത്ത്, 7 വൻപാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക, അഥവാ അതിനെ സൂക്ഷിക്കുക, അത് നിങ്ങൾ പ്രവർത്തിക്കരുത്. ഖാലു യാ റസൂലല്ലാഹ് വമാ ഹുൻ, അപ്പോൾ ചോദിച്ചു സഹാബികൾ, റസൂലുള്ളാഹ് ഏതാണ് ആ 7 കാര്യങ്ങൾ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ ദുൽമ് അള്ളാഹുവിന് അവകാശപ്പെട്ട ഇബാദത്ത് മറ്റൊരാൾക്ക് ചെയ്യലാണ്. രണ്ടാമത് സിഹറാണ്, സിഹർ ചെയ്യലാണ് രണ്ടാമത്തേത്. കാരണം സിഹർ ശിർക്കാവുള്ള കാരണം മനസ്സിലാക്കണം, അത് പിശാചിനോട് സഹായം ചോദിക്കലും പിശാചിനെ അനുസരിക്കലും പിശാചിന് ഖിദ്മത്ത് ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് ശിർക്കായിട്ട് സിഹറിനെ പറയുന്നത്. മൂന്നാമത്തേത് വഖത്തുൽ നഫ്സി അല്ലതി ഹറമല്ലാഹ് ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊല്ലാൻ അനുവാദം നൽകിയിട്ടില്ലാത്ത ഒരാളെ വധിക്കുക എന്നുള്ളത്, കൊല്ലുക എന്നുള്ളത്. അടുത്തത് പറഞ്ഞു വാക്കുലു റിബ, നാലാമത്തേത് പറഞ്ഞു പലിശ തിന്നുക എന്നുള്ളത്. അഞ്ചാമത്തേത് വാക്കുലു മാലിൽ യതീം, യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കുക എന്നുള്ളത്, അന്യായമായിട്ട് യതീമിന് അവകാശപ്പെട്ട സമ്പത്ത് അത് നോക്കി നടത്താൻ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് അന്യായമായിട്ട് അത് ഭക്ഷിക്കുക എന്നുള്ളത്. ആറാമത്തേത് വത്തവല്ലി യൗമസ് സഹഫ്, യുദ്ധത്തിൽ നിന്ന്, അഥവാ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾക്കോ അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളെക്കാൾ വലിയ ഇരട്ടി ശത്രുക്കൾ ഉണ്ടാവുക അങ്ങനെയുള്ള സന്ദർഭത്തിലല്ലാതെ യുദ്ധത്തിന് വേണ്ടി മുസ്ലിമീങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത്. വഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, ചാരിത്രശുദ്ധിയുള്ള ആ ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന മുഅ്മിനാത്തുകൾ, സത്യവിശ്വാസിനികൾ, അവർക്ക് വേറെ ഒരു തെറ്റായ ഉദ്ദേശം ഒന്നുമില്ലാത്ത അങ്ങനെയുള്ള സ്ത്രീകളെ കുറിച്ച് കള്ളാരോപണം, വ്യഭിചാര ആരോപണം പറഞ്ഞു പരത്തുക എന്നുള്ളത്. ഈ 7 കാര്യങ്ങളാണ് സബ്ഉൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 7 കാര്യങ്ങൾ ഗൗരവം നമുക്കിത് മനസ്സിലാക്കാം. നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അസ്സിഹർ, സിഹറിനെ ഈ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. അത് അതിന്റെ ഗൗരവത്തെ അറിയിക്കുന്നുണ്ട്. സിഹർ ഈ പിശാചിനെ സഹായിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഷിർക്കുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ബാബിലെ അവസാനത്തെ ഒരു ഹദീസും ചില അസറുകളും കൂടി കൊടുത്തിട്ടുണ്ട്. വഅൻ ജുൻദുബിൻ മർഫൂഅൻ ഹദ്ദു സാഹിരി ضربه بالسيف, ജുൻദുബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. മർഫൂഅൻ എന്ന് പറയുന്നുണ്ട്, പക്ഷെ സഹീഹ് അന്നഹു മൗഖൂഫുൻ, സഹാബിയുടെ വാക്കായി കൊണ്ടാണ്. ഹദ്ദു സാഹിരി ضربه بالسيف, സാഹിറിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് അവനെ വെട്ടുക എന്നുള്ളതാണ്.
അഥവാ വധശിക്ഷയാണ് സഹാബികളിൽ സാഹിറിനുള്ള ശിക്ഷയായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. വേറെ ചില സംഭവങ്ങൾ കാണാം. സഹീഹ് ബുഖാരിയിൽ عن بجالة بن عبدة قال صحيح البخاري له رواية الكلام عن بجالة بن عبدة قال بجالة بن عبدة رحمه الله دهم بريانا كتب عمر بن الخطاب رضي الله عنه എഴുതുകയുണ്ടായി أن يقتلوا كل ساحرة وساحر എല്ലാവിധ സാഹിര്യങ്ങളാണാവട്ടെ പെണ്ണാവട്ടെ അവരെ വധിച്ചു കളയുക എന്നുള്ളത്. ബജാലത്ത് ബിൻ അബ്ദ ഏതെങ്കിലും നാട്ടിലെ ഗവർണർ ആയിരിക്കും ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലത്ത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ അവിടുത്തെ അമീറിന് കത്തെഴുതുകയാണ്, ആ നാട്ടിലുള്ള സിഹർ ചെയ്യുന്ന ആണോ പെണ്ണോ ആവട്ടെ അവരെ വധിച്ചു കളയുക എന്നുള്ളത്. എന്നിട്ട് പറയാണ് ഖാല ഫഖതൽനാ സലാസ സവാഹിറ, അങ്ങനെ 3 സിഹർ ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ വധിക്കുകയുണ്ടായി, വധശിക്ഷ നടപ്പിലാക്കുകയുണ്ടായി. വസഹ അൻ ഹഫ്സത റളിയല്ലാഹു അൻഹാ, ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്ന് സഹിയായി വന്നിട്ടുണ്ട്, അന്നഹ അമറത് ബിഖത്ലി ജാരിയത്തിൻ ലഹാ സഹറത്ഹാ, അവർക്ക് സിഹർ ചെയ്ത അവരുടെ ഒരു അടിമപ്പെണ്ണിനെ വധിച്ചു കളയാൻ വേണ്ടി അവിടെ അതിന്റെ ഹുക്മ് വധിക്കലാണ് എന്ന് പറയുകയും ഫഖുതിലത്, അങ്ങനെ ആ സ്ത്രീയെ ആ സ്ത്രീ വധിക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്, ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. وكذلك صح عن جندب رضي الله عنه വന്നതുപോലെ തന്നെ قال أحمد عن 3 من أصحاب النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള 3 സഹാബികളിൽ നിന്ന് ഇതുപോലെ വന്നിട്ടുണ്ട്. അഥവാ എന്താണ് സിഹർ? ഒരു സാഹിറിന് ഇസ്ലാമിന്റെ ഭരണകൂടത്തിന്റെ കീഴിലുള്ള നാട്ടിൽ, ആ നാട്ടിലൊരു സാഹിർ ഉണ്ടെങ്കിൽ ആ സാഹിറിനുള്ള ശിക്ഷ എന്താണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിൽ വധശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ആ സിഹറിന്റെ ഗൗരവത്തെ അറിയിക്കുന്നതും അതിന്റെ എത്ര വലിയ കുറ്റമാണ് എന്ന് അറിയിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ സിഹർ എന്നുള്ളത് അന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ കാലഘട്ടത്തിൽ തന്നെ ആളുകളുടെ ഇടയിൽ അറിയപ്പെടുന്ന സാഹിറന്മാർ അന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ന് എത്ര കൂടുതലായിട്ടുണ്ടാകും? എത്രത്തോളം ഉണ്ടാവും? ധാരാളം ഉണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ തങ്ങൾമാരെന്ന് പറഞ്ഞിട്ട് കുറെ സ്ത്രീകളൊക്കെ പോകുന്നത്. ഇപ്പൊ ചില സ്ഥലത്ത് കാണാം, റമദാൻ മാസത്തിൽ പോലും പോകുന്നുണ്ട്, ജ്യോത്സ്യന്മാരുടെ അടുക്കിലേക്ക് വരെ പോകുന്ന കാണാം. ഒരു സഹോദരൻ പറയുകയുണ്ടായി, അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. റമദാൻ മാസത്തിൽ മഗ്രിബ് ഇശാക്ക് കഴിഞ്ഞിട്ട് ഈ ജ്യോത്സ്യന്റെ അടുക്കൽ പർദ്ദയെല്ലാം ധരിച്ചു പോകുന്ന മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ. അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് ഈ തങ്ങൾമാരെന്ന് പറയുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ഈ പ്രവർത്തനം, എന്നിട്ട് ഇങ്ങനെ ഓരോ കള്ളി വരച്ചിട്ട് എഴുതും, ഓരോന്ന് എഴുതിയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ചില പൊടി ഭർത്താവിന് സ്നേഹമല്ല എന്ന് പറയുമ്പോൾ ഇത് കലക്കിയിട്ട് ഭർത്താവിന് ഭക്ഷണത്തിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇന്നാളെ എനിക്ക് ഉപദ്രവിക്കാൻ ഇന്നത് ചെയ്താൽ മതി. അങ്ങനെ പല രീതിയിൽ ഇതുണ്ട്, പല രീതിയിൽ. ഇതിന് ഒരുപാട് രീതികളുണ്ട്, ഒരുപാട് രൂപങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന്റെ ഗൗരവത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ സിഹറിന്റെ ഇനത്തിൽപ്പെട്ടാണ്, ഷിർക്കാണത്. ദീനിന്ന് പുറത്തു പോകും, കാലാകാലം നരകത്ത് കിടക്കേണ്ടി വരും. അപ്പൊ അത്ര ഗൗരവമുള്ള ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്ന റിവായത്തുകൾ അതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ബാബും സിഹറുമായി ബന്ധപ്പെട്ടതാണ്. ബാബു ബയാൻ ഷൈഇൻ മിൻ അൻവാഇ സിഹർ, സിഹറിന്റെ ഇനങ്ങളിൽ ഷിർക്കുൻ അക്ബർ അല്ലാത്ത എന്നാൽ അതിലേക്ക് വസീലയാണ്, അല്ലെങ്കിൽ ആ സിഹർ എന്നുള്ള പേരിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അടുത്ത ബാബിൽ പറയുന്നത്. അതുകൂടി വായിച്ചിട്ട് നമുക്ക് ശർഹ വായിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിലാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ പൂർത്തീകരിക്കുന്നവരിൽ, അതുപോലെ തന്നെ ഷിർക്കിന്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.